കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. അത് നീ നാടൻ കളിച്ച് ഞങ്ങളെ ചതിച്ചല്ലടാ. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് അടക്കം കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ഏത് നേരത്താണ് എനിക്കത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നിയത്? കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട, ബാക്കി ഇവിടുന്ന് വാങ്ങാം. ആമകളും ആനകളും മാത്രമല്ല, ഞങ്ങളും മനുഷ്യരാണ്. പൊന്നു സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ആലപ്പുഴ വേണോ, തൃശ്ശൂർ വേണോ, എയിംസ് അതോ തലസ്ഥാനത്ത് വേണോ, കാസർഗോഡ് കഴിഞ്ഞ് പൊള്ളാച്ചി വരെ എത്തിയതാണ്. ഈ കഴിഞ്ഞ 4-ാം നാളും കേട്ടതാണ്. കിട്ടുന്നില്ല എന്ന് അല്ല പറയേണ്ടത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയാണ് നേരിട്ടത്. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? നാടിന്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. സംവാദം നാളെ പൊന്നാനിലത് ഓഫീസിന്റെ ബാലുകാച്ചാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഓഫീസ് അവിടെ കിടക്കട്ട് വേണ്ടി വരും. മുട്ട വിരിഞ്ഞു വരുന്ന ആമക്കുഞ്ഞുങ്ങൾക്ക് തൊട്ടില് കെട്ടാം, താരാട്ടുപാടി പാപ്പം കൊടുക്കാം സാറേ. കേന്ദ്ര ബജറ്റിലെ ഒരു പ്രഖ്യാപനം കേരളത്തിന് കടലാമ സംരക്ഷണത്തിന് ഒരു കേന്ദ്രം അനുവദിക്കുമെന്നതാണ്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ അതിവേഗ റെയിൽപാതയുമായി ഇ ശ്രീധരൻ മുന്നോട്ട്. എയിംസ് വരും മറ്റേ മോനെ എന്നൊരു പാർലമെന്റ് അംഗത്തിന്റെ അൺപാർലമെന്ററി ഡയലോഗ്. എയിംസ് ഒരു ചുക്കുവിൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഗോപി സാറേ? ഷോ കാണിച്ച വഞ്ചനാവാക്ക്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പ്രിയപ്പെട്ട ധനമന്ത്രി, രാജ്യത്തിന്റെ മാപ്പിൽ ഏറ്റവും താഴെ ഒരു സംസ്ഥാനമുണ്ട്. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ, അപ്പ കാണും മാർക്ക്. ഈ നാടിന്റെ ഭാഗധേയങ്ങൾ എന്തോ ഉണ്ടെന്ന് വരുത്തി ഒരു ഇലക്ഷൻ മുഖത്ത് പോലും ആവശ്യങ്ങളെ ഇത്രമാത്രം പുറംകാലടിക്കാൻ, താറ്റി തിരസ്കരിക്കാൻ കാവിക്കാമ്പേ യൂണിയൻ സർക്കാരെ, കേരളത്തോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും പാമ്പിന്റെ പക? കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. Please subscribe my channel.